കഴിഞ്ഞ രാത്രിയിൽ പട്രോളിംഗ് നടത്തിയ ഇന്ത്യൻ സൈനികർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ പാക് സൈന്യമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ത്യ-പാക് സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെ നടന്ന ആക്രമണം നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുന്നുവെന്നാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ലോക്സഭയിൽ പ്രസ്താവന നടത്തിയ പ്രതിരോധ മന്ത്രി ആക്രമണത്തിന് പിന്നിൽ പാക് യൂണിഫോം ധരിച്ച 20 തീവ്രവാദികളാണെന്ന് അറിയിച്ചു. അതിർത്തിയിലെ ഏത് സാഹചര്യവും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. There has also been 57 ceasefire violations this year, which is 80% more than the violations last year during the same corresponding period. The Indian Army successfully eliminated 19 hardcore terrorists in the recent months of July and August along the line of control. അതിനിടെ ആക്രമണത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം പാകിസ്ഥാനെ അറിയിച്ചു. പാകിസ്ഥാൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. അതേസമയം നിയന്ത്രണ രേഖയിൽ വെടിവെപ്പുണ്ടായെന്ന വാർത്തകളെ പാകിസ്ഥാൻ സൈനിക വൃത്തങ്ങൾ നിഷേധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖയ്ക്ക് സമീപം നടത്തിയ വെടിവെപ്പിൽ 12 തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു. മീഡിയ 1, ഡൽഹി.